കുട്ടിക്കാലം മുതലേയുള്ള വലിയ ആഗ്രഹമായിരുന്നു ഒരു കുതിരവണ്ടിയിൽ കയറുക എന്നത്. അത് സാർത്ഥകമായത് പിലിക്കോട്ടെ പുത്തിലോട്ട് എന്ന ഗ്രാമത്തിൽ നിന്നാണ്. പുത്തിലോട്ടെ കെ വിജയന്റെ വീട്ടിലാണ് കുതിരപ്പുറത്ത് കയറിയുള്ള സവാരിക്ക് ഒരു അവസരമൊരുങ്ങിയത്. യൂട്യൂബ് നോക്കി കുതിരസവാരി പഠിച്ച ഒരു 65-കാരനുണ്ട് കാസർഗോഡ് ജില്ലയിലെ കാലിക്കടവ് ദേശത്ത്. സ്വന്തമായി കുതിരവണ്ടി നിർമ്മിച്ച് സവാരി ഒരുക്കി കൗതുകമാവുകയാണ് ഈ കർഷകൻ. പണ്ടൊരിക്കൽ പഴനിയിൽ പോയപ്പോഴാണ് വിജയൻ ആദ്യമായി കുതിരവണ്ടിയിൽ കയറിയത്. അന്നു തൊട്ടുള്ള ആഗ്രഹമായിരുന്നു സ്വന്തമായി ഒരു കുതിരവണ്ടി വേണമെന്നുള്ളത്. ഡ്രൈവറായിരുന്ന വിജയൻ 1 വർഷം മുൻപാണ് കയ്യിൽ കുറച്ച് പണവുമായി പാലക്കാടേക്ക് പോയത്. തിരിച്ചു വന്നതാകട്ടെ ലക്ഷണമൊത്ത ഒരു കുതിരയെയും കൊണ്ട്. വീട്ടുകാരും നാട്ടുകാരും സത്യത്തിലൊന്ന് ഞെട്ടി. പാലക്കാട് പോകുന്ന പറഞ്ഞിട്ട് പോയതാണ്. എന്തിനാണ് പോകുന്നതെന്ന് ഇവിടുന്ന് പറഞ്ഞില്ല. ഇവിടുന്ന് പറഞ്ഞാൽ ചില സമയം സമ്മതിക്കില്ലല്ലോ. അപ്പോൾ ഞാൻ പാലക്കാട് പോയി രാത്രി ആടെ എത്തി. രാവിലെ അവിടുന്ന് കുതിരനെ കച്ചവടമാക്കി. പിറ്റേന്ന് രാത്രി കൂടി ഒരു 12 മണിയാകുമ്പോൾ കുതിരയുടെ എത്തി. ഇവിടെ എത്തുമ്പോഴാണ് വണ്ടിയെല്ലാം ഉണ്ടെന്ന് കുതിരയാണെന്നറിയും. കുതിരയെ കൊണ്ടുവന്നെങ്കിലും കുതിരപ്പുറത്ത് കയറിയുള്ള സവാരി അത്ര എളുപ്പമല്ലെന്ന് വിജയന് മനസ്സിലായി. അങ്ങനെയാണ് ആടുകളെ മേയ്ക്കുന്ന ഇടവേളകളിൽ യൂട്യൂബ് വീഡിയോകൾ നോക്കി കുതിരവണ്ടി നിർമ്മിക്കുന്നത്. കുതിരവണ്ടി നിർമ്മിക്കാനും സവാരിക്കൊരുക്കാനും പഠിച്ചെടുക്കുകയായിരുന്നു. പഴയ വാഹനങ്ങളുടെ ഭാഗങ്ങളും മറ്റും ഉപയോഗിച്ചാണ് കുതിരവണ്ടി ഉണ്ടാക്കിയത്. 2 പേർക്ക് ഇരുന്ന് യാത്ര ചെയ്യാൻ കഴിയുന്ന രീതിയിലാണ് ഇരിപ്പിടം ഒരുക്കിയത്. പുത്തിലോട്ടെ നാട്ടിടവഴികളിൽ കുളമ്പച്ച മുഴക്കി വിജയന്റെ കബാലി കുതിച്ചു തുടങ്ങി. കബാലിക്കു പുറമെ മറ്റൊരു കുതിരയെ കൂടി വിജയൻ വാങ്ങി. കബാലിയെ കാണാനും കുതിരവണ്ടിയിൽ കയറാനുമായി നിരവധി പേരാണ് പുത്തിലോട്ടേക്ക് എത്തുന്നത്. പുത്തിലോട്ട് സ്വദേശി കെ വിജയനാണ് കുതിരവണ്ടിയും കുതിര സവാരിയും ഒരുക്കി നാടിനും നാട്ടുകാർക്കും കൗതുകമാകുന്നത്. റീഡേഴ്സ് മീഡിയയ്ക്ക് വേണ്ടി പിലിക്കോട് പുത്തിലോട്ട് നിന്നും TV ശ്രീലേഖ.